ഹായ് മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടെല ക്ലാസിന്റെ പുതിയൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈശാഖ് സാർ. അപ്പോൾ നമ്മളെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു ഇല്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ ഏതായിരുന്നു? സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ലെക്ചറിൽ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഓക്കെ, അപ്പോൾ ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മക്കളെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് പുതുക്കിയ നീറ്റിൻ്റെ സിലബസ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അത് പ്രകാരം ഈ ചാപ്റ്ററിലെ തുടക്കത്തിലെ ചില ടോപ്പിക്കുകളെല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സാർ അതൊന്നുകൂടി പറഞ്ഞുതരാം. മക്കളെ, നിങ്ങൾ ഡാൾട്ടൺസ് അറ്റോമിക് തിയറി പഠിച്ചില്ലേ? അതുവഴി പറയുന്നുണ്ട് ഏതൊരു മാറ്ററിനെ എടുത്താലും അതിനകത്തെല്ലാമുള്ള മാറ്ററിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള യൂണിറ്റ്, ഏറ്റവും ചെറിയ, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളുകളെയായിരുന്നു നമ്മൾ ആറ്റം എന്ന് വിളിച്ചത്. അപ്പോൾ ആറ്റം ഇൻഡിവിസിബിൾ ആണെന്നായിരുന്നു കുറേ നാൾ ആളുകൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഭാവിയിൽ നടന്ന അല്ലെങ്കിൽ പിൽക്കാലത്ത് നടന്ന കുറേ പരീക്ഷണങ്ങളുടെ ഫലമായിട്ട് മനസ്സിലായി ആറ്റം ഇൻഡിവിസിബിൾ അല്ല. ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനേക്കാൾ ചെറിയ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിളുകൾ ഉണ്ടെന്ന്. ഈ പാർട്ടിക്കിളുകളെയായിരുന്നു നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിച്ചത്. ഓക്കെ ആണേ. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആരൊക്കെയാ? ജെ തോംസൺ കണ്ടെത്തിയ ഇലക്ട്രോണിനെ കണ്ടെത്താൻ കാരണമായ പരീക്ഷണത്തിന്റെ പേര് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ഗോൾഡ്സ്റ്റീൻ കണ്ടെത്തിയ പ്രോട്ടോണിനെ കണ്ടെത്താൻ കാരണമായ പരീക്ഷണം മോഡിഫൈഡ് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. പിന്നെ ജെയിംസ് ചാഡ്വിക്ക് ഒരു തിൻ ബെർലിയം ഷീറ്റിലേക്ക് ആൽഫ പാർട്ടിക്കിളുകളെ കൂട്ടിയിടിച്ച സമയത്ത് അതിന്റെ ഫലമായിട്ട് കിട്ടിയ മൂന്നാമത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ന്യൂട്രോൺ. ഈ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ എല്ലാം കണ്ടെത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയിൽ പറയുന്ന ആറ്റം ഇൻഡിവിസിബിൾ ആണ് എന്നുള്ള കണ്ടെത്തൽ തെറ്റാണെന്നുള്ള കാര്യം. ഓക്കെ ആണേ. പിന്നെ ഈ സബ് അറ്റോമിക് പാർട്ടിക്കിളുകളെ ആറ്റത്തിനുള്ളിൽ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിന് വേണ്ട കണ്ടുപിടുത്തങ്ങളിലോട്ട് പോയി. അതിന്റെ ഫലമായിട്ട് ആദ്യമായിട്ട് വന്ന ഒരു ആറ്റത്തിന്റെ മോഡലായിരുന്നു ജെ തോംസൺ കൊണ്ടുവന്ന തോംസൺസ് മോഡൽ ഓഫ് ആറ്റം. നമ്മൾ വാട്ടർമെലൻ മോഡൽ എന്നൊക്കെ പറയാറില്ലേ? ഓക്കെ, അതിനുശേഷം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നൊരു പരീക്ഷണത്തിലൂടെ റുദർഫോർഡ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റവും കൊണ്ടുവന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനു മുൻപ് ഈ പാഠത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ NTA സിലബസ് പ്രകാരം നമ്മുടെ നീറ്റിന്റെ സിലബസിൽ ഇതില്ല. ഓക്കെ, അപ്പൊ ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മളെ നിലവിലെ നീറ്റിന്റെ സിലബസിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എങ്കിൽ മക്കളെ, ഒന്നാമതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണെന്നറിയോ? നമ്മളിതാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റി EM വേവ് എന്ന് പറയാം, അല്ലെങ്കിൽ റേഡിയന്റ് എനർജി എന്ന് പറയാം. ഓക്കെ ആണേ. ജെയിംസ് മാക്സ്വെൽ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പരീക്ഷണം നടത്തിയ, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ കാരണമായ ആൾ. അദ്ദേഹത്തിന് മനസ്സിലായി ചാർജ് ഉള്ളൊരു വസ്തു, മക്കളെ, ചാർജ് ഉള്ളൊരു വസ്തു ഇത് ആക്സിലറേറ്റ് ചെയ്യുവാണെങ്കിൽ, മൂവ് ചെയ്യുവാണെങ്കിൽ ഇതിന് ചുറ്റും ആൾട്ടർനേറ്റ് ആയിട്ട് ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാകുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ചാർജ് ഉള്ളൊരു വസ്തു മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് ചുറ്റും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡുകൾ ഉണ്ടാകുന്നു. ഓക്കെ, എങ്കിൽ ഈ എനർജിയുടെ രൂപത്തിനെയാണ് അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ പറ്റിയാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സാർ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണേ? ക്ലിയർ ആണേ? മക്കളെ, ഒന്നാമതായിട്ട് വേവ് തിയറിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്താണ് വേവ് തിയറി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഓക്കെ, വേവ് തിയറി നോക്കിക്കോ. ഇൻ 1864 മാക്സ്വെൽ, ആരാണ്? ജെയിംസ് മാക്സ്വെൽ എന്ന് പറയുന്ന ആള്. Maxwell found that an alternating current of high frequency radiated energy in the form of waves which traveled in space with the same speed as that of light. ഓക്കെ മക്കളെ, പ്രകാശത്തിന്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന എന്തിനെ കണ്ടെത്തി? ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓഫ് ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ. ആര് കണ്ടെത്തി? ജെയിംസ് മാക്സ്വെൽ കണ്ടെത്തി. ഓക്കെ, അദ്ദേഹം ഇതിനെ എന്തെന്ന് വിളിച്ചു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നോ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നോ വിളിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ അങ്ങനെ വിളിച്ചത്? ബിക്കോസ് ദേ വെയർ അസോസിയേറ്റഡ് വിത്ത് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു ഉള്ളത്? ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡുകൾ. ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയായിരുന്നു, അല്ലെങ്കിൽ ബന്ധപ്പെട്ടായിരുന്നു ഈ ഒരു വസ്തുത അദ്ദേഹം കണ്ടത്. അപ്പൊ ഞാൻ സാർ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചാർജ് ഉള്ള വസ്തു ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡുകൾ.
ഓക്കെ ആണേ, ക്ലിയർ ആണേ. അപ്പോൾ ദിസ് ഗീവ് ബർത്ത് ടു എ ന്യൂ തിയറി നോൺ ആസ് വേവ് തിയറി ഓഫ് ലൈറ്റ്. ഇതാണ് എന്തിന് കാരണമായത്? ലൈറ്റിന്റെ വേവ് തിയറിക്ക് കാരണമായത്. എന്താണ് വേവ് തിയറി എന്നുള്ള കാര്യത്തിലോട്ടൊക്കെ നമുക്ക് വരാം കേട്ടോ. ഓക്കെ ആണേ, ക്ലിയർ ആണേ. മക്കളെ താ നോക്കിക്കോ, ലൈറ്റിന്റെ വേവ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓരോന്നായിട്ട് നോക്കാം. ലൈറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ്, പ്രകാശം, നമുക്കറിയാം, നമ്മൾ കാണാൻ സഹായിക്കുന്ന ആള്, ഇത് ഒരു എനർജിയുടെ രൂപമാണ്, ഇതൊരു ഫോം ഓഫ് എനർജി ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇത് ഏത് രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഏത് രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈറ്റിനെ, പ്രകാശത്തിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ദീസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് വേവ്സ് ഡയറക്റ്റഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ ആൻഡ് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഈ പറയുന്ന ഇലക്ട്രിക് മാഗ്നറ്റിക് വേവുകൾ, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ നമ്മൾ എടുത്താൽ ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് മക്കളെ നമ്മൾ അറിയണം. ഓക്കെ, ദാ നോക്കിക്കോ, നമ്മൾ അവിടെ പറഞ്ഞു, ദാ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് മാഗ്നറ്റിക് വേവുകൾ, അതായത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് വേവിനും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് വേവിനും ഇവർക്ക് രണ്ടു പേർക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും ആരൊഴുകുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ ഒഴുകുന്നത്. ദാ ഇവിടെ ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മക്കളെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ദാ ഈ ഒരു ഡയഗ്രാം ഒന്ന് നോക്കിയാടാ മക്കളെ. ദാ ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ. ദാ ഈ കാണുന്ന ആരോ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ. ഇതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ആരെ കാണാൻ പറ്റും? ഇലക്ട്രിക് ഫീൽഡിനെയും കാണാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡിനെയും കാണാൻ പറ്റും. ഓക്കെ ആണോ? നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഡയറക്ഷൻ എന്താണോ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ആരെയൊക്കെ കാണാൻ പറ്റും? 90 ഡിഗ്രി ആംഗിളിൽ ഇലക്ട്രിക് വേവിനെയും കാണാൻ പറ്റും, 90 ഡിഗ്രി ആംഗിളിൽ നമുക്ക് ആരെയും കാണാൻ പറ്റും? മാഗ്നറ്റിക് വേവിനെയും കാണാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത കാര്യം നോക്കണേടാ മക്കളെ. ഓൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ വിത്ത് ദ സെയിം വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലെ, ഈ 4ാമത്തെ പോയിന്റിലോട്ട് പോയതിനു ശേഷം നമുക്ക് 3rd പോയിന്റിലോട്ട് തിരിച്ചു വരാം മക്കളെ. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ ദ പ്രൊപ്പഗേഷൻ ഓർ ട്രാൻസ്മിഷൻ. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് സഞ്ചരിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? ഒരു മീഡിയത്തിന്റെ, ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. മക്കളെ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മളെല്ലാവരും കൂടെ നേരെ ബഹിരാകാശത്തോട്ട് പോകുന്നു. ഓക്കെ ആണോ? ആ ബഹിരാകാശത്തെ എല്ലാ നേരം നമുക്ക് അതിന് തക്കതായുള്ള സ്യൂട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് സാറ് നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ ടോം ആൻഡ് ജെറിയിലെ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ സ്പേസ് സ്യൂട്ടൊക്കെ ഇട്ട് മുകളിൽ ചെല്ലുന്നു. ഞാൻ അവിടെ ചെന്ന് ഹെൽമെറ്റ് ഊരിയിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കാര്യം ചോദിക്കുക, നിങ്ങൾക്ക് ഒരിക്കലും അത് കേൾക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? സൗണ്ടിന് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ചുറ്റും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ചുറ്റും എയർ എന്ന് പറയുന്ന ഒരു മീഡിയം ഉണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഈ എയറിനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഈ വൈബ്രേഷനുകൾ നിങ്ങളുടെ എന്തെങ്കിലും ചെവിയിൽ ഇയർ ഡ്രമ്മിനെ വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പൊ സൗണ്ടിന് സഞ്ചരിക്കാൻ എന്തിന്റെ ആവശ്യമുണ്ട്? ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് അല്ലെങ്കിൽ ലൈറ്റിന് സഞ്ചരിക്കാൻ ഒരിക്കലും യാതൊരു തരത്തിലുള്ള ഒരു മീഡിയത്തിന്റെയും ആവശ്യമില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ സൂര്യനാണ് നമ്മുടെ ഒക്കെ എനർജി സോഴ്സ് ആണേ. ഈ സൂര്യനിൽ നിന്നുള്ള എനർജി നമ്മുടെ ഭൂമിയിൽ എത്തുന്നത് ഏതെങ്കിലും നാഷണൽ ഹൈവേ വഴിയാണോ? അല്ല, അത് വാക്വത്തിൽ കൂടെയാണ്, ശൂന്യതയിലൂടെയാണ് സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നത്? ഇങ്ങ് എർത്തിലെത്തുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അടങ്ങുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾക്ക് സഞ്ചരിക്കാൻ എന്തിന്റെ ആവശ്യമില്ല? ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല. ദേ ക്യാൻ ഈവൻ ട്രാവൽ ത്രൂ വാക്വം. ഇവർക്ക് എന്തിൽ കൂടി സഞ്ചരിക്കാൻ പറ്റും? ശൂന്യതയിലൂടെയും സഞ്ചരിക്കാൻ പറ്റും. ഒന്നുമില്ലാത്ത അവസ്ഥ, ശൂന്യത, വാക്വം, അതിൽ കൂടിയും ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ മക്കളെ, ഇനി ആ 3ാമത്തെ പോയിന്റിലോട്ട് തിരിച്ചു വാ. ഓൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാവൽ വിത്ത് ദ സെയിം വെലോസിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഏതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എടുത്താലും അവര് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വാക്വത്തിൽ കൂടെ ആയിരിക്കും. ഏതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എടുത്താലും അവർ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന എന്തിൽ കൂടിയായിരിക്കും? വാക്വത്തിൽ കൂടിയായിരിക്കും. വാക്വത്തിൽ കൂടിയുള്ള അവരുടെ വെലോസിറ്റിയെ നമുക്ക് സി എന്ന് റെപ്രസെന്റ് ചെയ്യാം മക്കളെ. സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലോട്ട് മാറാൻ നേരം തീർച്ചയായിട്ടും ഇവരുടെ വെലോസിറ്റിയിൽ ചേഞ്ച് വന്നേക്കാം. ഓക്കെ, നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ ഏതെടുത്താലും അവർ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന എന്തിലായിരിക്കും? വാക്വത്തിൽ കൂടിയായിരിക്കും. വാക്വത്തിൽ കൂടി അവർ സഞ്ചരിക്കുന്ന വെലോസിറ്റി, ആ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ആ വാല്യൂവിനെ നമ്മൾ സി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു മക്കളെ. സിയുടെ വാല്യൂ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നിങ്ങൾക്കറിയാം.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക മക്കളെ. ഓക്കെ, അടുത്തതാ ഈ ഒരു വേവിന്റെ മോഷനെ പറ്റി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ മക്കളെ? നോക്കടാ, എ വേവ് ഈസ് എ പീരിയോഡിക് ഡിസ്റ്റർബൻസ് ഇൻ സ്പേസ് ആൻഡ് വേവ് മോഷൻ റെപ്രസെന്റ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ദിസ് പീരിയോഡിക് ഡിസ്റ്റർബൻസ് വിച്ച് ക്യാരീസ് എനർജി. ഓക്കെ, സ്പേസിൽ ഉണ്ടാകുന്ന ഒരു പീരിയോഡിക് എന്ന് വെച്ചാൽ എന്തുവാ മക്കളെ? റെഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ല് ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെയല്ലേ നമ്മൾ പീരിയോഡിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ പീരിയോഡിക് ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു വേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു എനർജി സോഴ്സ് ആണ് എന്ന് കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, വേവ് ക്യാരീസ് എനർജി. അവർക്ക് എന്തുണ്ട്? ഒരു നിശ്ചിത എനർജി ഉണ്ട്. ആ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. ഓക്കെ ആണേ? ക്ലിയർ ആണേ? എ വേവ് ഒറിജിനേറ്റ് ഫ്രം ദ പോയിന്റ് ഓഫ് ഡിസ്റ്റർബൻസ് ആൻഡ് പ്രൊപ്പഗേറ്റ്സ് ഇൻ ദ ഫോം ഓഫ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നായിരിക്കും ഈ ഒരു വേവ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. വേവിന്റെ നല്ലൊരു ഫിഗർ സാർ കാണിച്ചു തരാം. ആ ഒരു പോയിന്റിൽ നിന്ന് ഇതാണ് പോയിന്റ് ഓഫ് ഡിസ്റ്റർബൻസ് എങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും. എങ്ങനെ? അപ്പ് ആൻഡ് ഡൗൺ മോഷൻ വഴി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യും, മുകളിലേക്കും താഴേക്കുമുള്ള മോഷൻ. ഓക്കെ, അതാണ് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ആര് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ആസ് ദ വേവ് മൂവ്സ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഗോസ് ഇൻക്രീസിംഗ് ടിൽ ഇറ്റ് അറ്റൈൻസ് എ മാക്സിമം വാല്യൂ. മക്കളെ, ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ വഴിയേ പഠിക്കും. ഓക്കെ, എന്തായാലും സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ പറയാം. ഈ ഒരു പോയിന്റ് കണ്ടോ? ഈ വേവിന്റെ ഹയസ്റ്റ് പോയിന്റിൽ നിന്ന് കുറച്ചുകൂടെ വലുതായിട്ട് വരയ്ക്കാം മക്കളെ. ഇങ്ങനെയാണ് ഒരു വേവ് ഒഴുകുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ ആണേ? ഈ വേവിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് അല്ലേ, ഏറ്റവും പീക്ക് പോയിന്റ് അല്ലേ ഇത്? ആ പോയിന്റിൽ നിന്ന് ഗ്രൗണ്ട് വരെ, ബേസ് വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. മാക്സിമം ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഒരു വേവ് ഒഴുകുന്നതിനനുസരിച്ച് ആദ്യമേ ഇനിഷ്യലി അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കൂടി ഈ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എന്തായി? മാക്സിമം ആയി. ഓക്കെ ആണോ? ദ പോയിന്റ് ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഈസ് കോൾഡ് ക്രസ്റ്റ്. ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കാണിക്കുന്ന ഈ ഒരു പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ക്രസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ ഒരു വേവിന് ആദ്യമേ ഒരു അപ്പർ സൈക്കിൾ ഉണ്ട്. ഓക്കെ, ആ വേവിന്റെ അപ്പർ സൈക്കിൾ ആണ് നമ്മൾ വരച്ചത്. ഈ അപ്പർ സൈക്കിളിൽ വേവ് ഇങ്ങനെ ഒഴുകും തോറും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി എന്ത് ചെയ്യും? ഒരു മാക്സിമം പോയിന്റിൽ, ഒരു പീക്ക് പോയിന്റിൽ എത്തും. ഓക്കെ ആണേ? ആ പീക്ക് പോയിന്റ് ആണ് എന്ത്? അല്ലെങ്കിൽ അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രസ്റ്റ്. അല്ലെങ്കിൽ ഒരു അപ്പർ സൈക്കിളിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യും? വേവ് വീണ്ടും ഒഴുകുന്നു. അതിനനുസരിച്ച് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് എവിടെത്തും മക്കളെ? ആംപ്ലിറ്റ്യൂഡ് എവിടെ എത്തും? സീറോയിലെത്തും. വേവ് ഒഴുകി വീണ്ടും ആ ബേസ് ലൈനിലെത്തും. പക്ഷെ അവിടെ വെച്ച് നിൽക്കത്തില്ല. ഇപ്പൊ വേവിന്റെ ഒരു ഹാഫ് സൈക്കിളേ ആയിട്ടുള്ളൂ. ഒരു പകുതി സൈക്കിളേ ആയിട്ടുള്ളൂ, ഒരു ഹാഫ് സൈക്കിളേ ആയിട്ടുള്ളൂ. ഓക്കെ ആണോ? വേവ് കംപ്ലീറ്റ് ആകണമെങ്കിൽ, ഒരു കംപ്ലീറ്റ് വേവ് നമുക്ക് കിട്ടണമെങ്കിൽ ഇനി ഈ വേവ് എന്ത് ചെയ്യണം? താഴോട്ട് പോകണം. ഓക്കെ, ഇനി അതിന്റെ ഡൗൺവേർഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. നോക്കിയോ മക്കളെ? ആസ് ദ വേവ് മൂവ് ഫർദർ ദി ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ആൻഡ് അറ്റൈൻസ് ദ വാല്യൂ ഓഫ് 0 അറ്റ് ദ ലൈൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈൻ ഓഫ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ലൈൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, അപ്പൊ വേവ് വീണ്ടും ഒഴുകി മാക്സിമം പോയിന്റ് ആയുള്ള ക്രസ്റ്റിൽ നിന്നും വേവ് വീണ്ടും ഒഴുകി എന്ത് ചെയ്യുന്നു? ബേസ് പോയിന്റിൽ എത്തുന്നു, ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ എത്തുന്നു. ആ സമയത്ത് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓൺ ഫർദർ മൂവ്മെന്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസസ് ഓൺ ദ നെഗറ്റീവ് സൈഡ് ആൻഡ് അറ്റൈൻസ് എ മിനിമം വാല്യൂ. ഓക്കെ, വീണ്ടും വേവ് ഒഴുകുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് എന്ത് ചെയ്യുന്നു? നെഗറ്റീവ് സൈഡിൽ ഒരു മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നു. മക്കളെ, ഈ പോയിന്റിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പേരുകൾ ഓർത്ത് വെച്ചേക്കുക. ക്രസ്റ്റും ഈ പോയിന്റിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. ട്രഫ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആംപ്ലിറ്റ്യൂഡ് അങ്ങനെ കുറഞ്ഞ് എന്ത് ചെയ്യുന്നു? മിനിമം വാല്യൂയിൽ എത്തുന്നു, നെഗറ്റീവ് സൈഡിലുള്ള വാല്യൂയിൽ എത്തുന്നു, ട്രഫിൽ എത്തുന്നു. ഇനി ബിയോണ്ട് ദിസ് പോയിന്റ് ദ ആംപ്ലിറ്റ്യൂഡ് അഗെയിൻ ഇൻക്രീസസ് റിസൾട്ടിങ് ഇൻ എ ക്രസ്റ്റ്. ഓക്കെ, ഈ ഒരു പോയിന്റിന് ശേഷം ആംപ്ലിറ്റ്യൂഡ് പിന്നെയും കൂടി ബേസ് പ്രൊപ്പഗേഷൻ, ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ ടച്ച് ചെയ്യും. വീണ്ടും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ നിന്നൊരു വേവ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ പറയും വേവിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഉണ്ടായി എന്ന് പറയും. അപ്പോൾ ഒരു വേവിന്റെ കംപ്ലീറ്റ് സൈക്കിളിൽ 2 ഹാഫ് സൈക്കിളുകളുണ്ട് ഇല്ലേ? വേവിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിളിൽ 2 ഹാഫ് സൈക്കിളുകളുണ്ട്. ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിള്, ഇതിനെ വിളിക്കുന്ന പേര് ക്രസ്റ്റ്. ഓക്കെ ആണോ? ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിള്, ഇതിനെ വിളിക്കുന്ന പേര് ട്രഫ്.
ഓക്കെ ആണേ, ക്ലിയർ ആണേ, ആ ടേമുകൾ കിട്ടിയല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇതും കൂടെ നോക്കിക്കോ. ദസ് എ കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ആൾട്ടർനേറ്റ് ക്രസ്റ്റ് ആൻഡ് ട്രഫ് ഈസ് ഒബ്റ്റൈൻഡ് ഡ്യൂറിംഗ് വേവ് മോഷൻ. ഒരു വേവ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്നിടവിട്ട് ക്രസ്റ്റുകളെയും ട്രഫുകളെയും കിട്ടും. പോസിറ്റീവ് സൈക്കിൾ അപ്പർ സൈക്കിളിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്നും നെഗറ്റീവ് സൈക്കിൾ ലോവർ സൈക്കിളിനെയാണ് നമ്മൾ ട്രഫ് എന്നും വിളിക്കുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതാണ്ട് മക്കളെ, ഇതാ നമുക്ക് കുറച്ചുകൂടി ഭംഗിയുള്ള ഒരു ഫിഗർ കാണാം. ഓക്കെ, സാറ് വരച്ചതിന് ഭംഗിയില്ലെന്നല്ല, കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരെണ്ണം കാണാം. ദാ ഇവിടെ നിന്നൊരു വേവ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ വേവ് ഒഴുകി 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 ദാ ഒരു അപ്പർ പോയിന്റിലെത്തി. ഈ അപ്പർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കൂടി, ആംപ്ലിറ്റ്യൂഡ് ഇവിടെ എന്തായി? മാക്സിമം ആയി. ആംപ്ലിറ്റ്യൂഡ് എന്തായി? മാക്സിമം ആയി. അവിടുന്ന് വീണ്ടും വേവ് ഒഴുകി 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 താഴെ വന്നു. ഈ പോയിന്റിൽ എത്തിയപ്പോൾ വേവ് കംപ്ലീറ്റ് ആയോ? ഇല്ല, ഒരു ഹാഫ് സൈക്കിളേ ആയുള്ളൂ. ഇനി നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് ഒഴുകി. ദാ ഒരു മാക്സിമം ഏറ്റവും മിനിമം വാല്യൂ എത്തി. ഏറ്റവും നെഗറ്റീവ് ഡയറക്ഷനിൽ ഏറ്റവും വലിയ വാല്യൂ എത്തി, അല്ലെങ്കിൽ വേവിന്റെ ഏറ്റവും മിനിമം വാല്യൂ ഓഫ് പോയിന്റ് എത്തി. ഇതിനെയാണ് നമ്മൾ ട്രഫ് എന്ന് വിളിക്കുന്നത്. നേരെ ഒഴുകി ഇവിടെ എത്തി. ഇവിടെ വന്നപ്പോൾ എന്തായി? വേവ് കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി മക്കളെ ഒന്ന് പറഞ്ഞേ നിങ്ങൾ, ഒരു വേവിന്റെ ഒഴുക്ക് നടക്കുന്ന സമയത്ത്, ഒരു വേവ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എത്ര വട്ടം ഒരു വേവ് എത്ര വട്ടം ദാ ലൈൻ ഓഫ് പ്രൊപ്പഗേഷൻ ടച്ച് ചെയ്യുന്നുണ്ട്? 1, 2, 3 വട്ടം അതിൻ്റെ ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അപ്പോൾ ഒരു വേവിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാമാണ് നമ്മൾ കണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക മക്കളെ. ഓക്കെ ആണേ, ക്ലിയർ ആണേ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വേവ് മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ടേമുകൾ പരിചയപ്പെടാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് മോഷൻ, അതായത് ഈ വേവ് ഒഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില ജനറൽ ആയിട്ടുള്ള ടേമുകൾ. ഈ ടേമുകൾ ശ്രദ്ധിക്കുക മക്കളെ, കാര്യം ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. മക്കളെ, നമ്മൾ ഒന്നാമതായിട്ട് പറയുന്ന ആരെ പറ്റിയാണെന്നറിയാമോ? ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് വേവ് ലെങ്തിനെ പറ്റിയാണ്. ആരെ പറ്റിയാ? വേവ് ലെങ്ത്. ഓക്കെ, ആ പേരിൽ തന്നെയുണ്ട് വേവ് ലെങ്ത്. ഒരു വേവിന്റെ ലെങ്തിനെ പറ്റിയായിരിക്കും പറയുന്നില്ലേ? അപ്പൊ എന്താണ് വേവ് ലെങ്ത് എന്നുള്ളത് പറഞ്ഞുതരാം. ദാ നോക്കിയേ മക്കളെ, നമ്മൾ നേരത്തെ ഒരു വേവ് കണ്ടില്ലായിരുന്നോ? ഇതൊരു വേവാണ്. ഈ വേവ് എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ വേവ് ദാ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടുന്ന് നേരെ ഇതാ ക്രസ്റ്റ് ഇവിടെ എത്തി. വേവ് കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇവിടുന്ന് നേരെ ഇവിടെ എത്തി, ട്രഫിലെത്തി, ഇവിടെ വന്നു, വേവ് കംപ്ലീറ്റ് ആയി. ഇതാണ് മൊത്തത്തിലൊരു വേവ്. അപ്പൊ ഈ ഒരു ലെങ്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വേവ് ലെങ്ത് എന്ന് വിളിക്കാം. പക്ഷേ ഡെഫിനിഷൻ പ്രകാരം നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് മക്കളെ, രണ്ട് അടുത്തടുത്തുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വേവ് ലെങ്ത് ലാംഡ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ രണ്ട് അടുത്തടുത്ത ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വേവ് ലെങ്ത് ലാംഡ എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് വേവ് ലെങ്ത് എന്ന് ചോദിച്ചാൽ സിംപ്ലി ഒരു വേവിന്റെ ലെങ്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ പറയുന്നു ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് ക്രസ്റ്റ് ഓർ അഡ്ജസന്റ് ട്രഫ്. രണ്ട് അടുത്തടുത്ത ക്രസ്റ്റുകൾ തമ്മിലോ രണ്ട് അടുത്തടുത്ത ട്രഫുകൾ തമ്മിലോ ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. നോക്കിയാണ് മക്കളെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ട്രഫ് ഈസ് കോൾഡ് വേവ് ലെങ്ത്. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അഡ്ജസന്റ് ആയിട്ടുള്ള അടുത്തടുത്തിരിക്കുന്ന ക്രസ്റ്റുകളും ട്രഫുകളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത്? വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മൾ ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ലാംഡ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള ലാംഡ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് ഈസ് ജനറലി മെഷേർഡ് ഇൻ ആംഗ്സ്ട്രോം യൂണിറ്റ്. ഇതിനെ ജനറലി ആംസ്ട്രോങ് യൂണിറ്റിലോ അല്ലെങ്കിൽ നാനോമീറ്ററിലോ ആയിരിക്കും മെഷർ ചെയ്യുന്നത്. പക്ഷേ മക്കളെ ഓർക്കുക, വേവ് ലെങ്തിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ലെങ്ത് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം വേവ് ലെങ്തിന്റെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ് എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ ആണേ, ക്ലിയർ ആണേ. ഇനി ഇവിടെ കൺവേർഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കുക മക്കളെ. ഒരു ആംസ്ട്രോങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് വെച്ചാൽ, നാനോ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു കോഡ് പഠിച്ചില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ 10⁻⁹ മീറ്റർ ആണ് എന്ന് ഓർക്കുക. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അപ്പൊ പൊതുവേ ഇവരെ ആംസ്ട്രോങ് യൂണിറ്റിലും നാനോമീറ്ററിലും ഒക്കെ കൊടുത്തേക്കുന്നു എന്ന് പറഞ്ഞാലും തീരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് വേവ് ലെങ്ത്? അപ്പൊ ആംസ്ട്രോങ് യൂണിറ്റ് എന്നൊന്നും പറഞ്ഞ പോവരുത്. വേവ് ലെങ്ത് ആണ്. എന്തായിരിക്കും SI യൂണിറ്റ്? മീറ്റർ ആയിരിക്കും. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇതാ ഈ ഒരു കൺവേർഷൻ ഓർത്ത് വെച്ചേക്കണേടാ. ഇതാണ് നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ള ആള്. ഒന്നാമത്തെ ആളിന്റെ പേരെന്തുവാ? വേവ് ലെങ്ത്. എങ്കിൽ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്ന ആളിന്റെ പേരാണ് ഫ്രീക്വൻസി. രണ്ടാമത്തെ ആളിന്റെ പേരെന്തുവാ? ഫ്രീക്വൻസി. ഫ്രീക്വൻസിയെ നമ്മൾ ന്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും? ന്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ മക്കളെ, എന്താണ് ഫ്രീക്വൻസി? ഇതാ നോക്കിക്കോ, ഒരു വേവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു വേവിന്റെ ഫ്ലോ നമുക്ക് വരയ്ക്കാം.
ഇങ്ങനെ ഒരു വേവ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. വേവ് ഇങ്ങനെ നിൽക്കുമല്ല, ഇങ്ങനെ ചുമ്മാ നിൽക്കില്ല, വേവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഇല്ലേ. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക നേരം ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പോയിന്റ് എടുക്കുന്നു, എന്നിട്ട് ഞാൻ പറയുന്നു ഈ വേവിൽ കൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ ഈ പോയിന്റിൽ കൂടെ ഒഴുകുന്ന വേവുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെറുതെ അങ്ങ് എണ്ണിയാൽ പോലെ 1 സെക്കൻഡ് സമയത്തിൽ ഈ ഒരു പോയിന്റിൽ കൂടെ ഒഴുകുന്ന വേവുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ച് എടുക്കുന്നു. 1 സെക്കൻഡ് സമയത്തിൽ ഇതിൽ കൂടെ ഒഴുകുന്ന വേവുകളുടെ എണ്ണം നമ്മൾ എണ്ണാൻ പോവുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എണ്ണി 1 സെക്കൻഡ് 1 2 3 4 5 6 കുറേ എണ്ണം എടുത്തു നമ്മൾ. ആ എണ്ണത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ മക്കളെ എന്താണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ കൂടി വേവ് ഒഴുകുന്ന സമയത്ത് 1 സെക്കൻഡ് സമയത്തിൽ ആ പോയിന്റിൽ കൂടി എത്ര വേവുകളാണ് ഒഴുകുന്നത്, ഈ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിൻ്റെ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദാ നോക്കിക്കോ, ദ നമ്പർ ഓഫ് വേവ്സ് പാസിംഗ് ത്രൂ എ റെഫറൻസ് പോയിന്റ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. 1 സെക്കൻഡ് സമയം കൊണ്ട് ആ ഒരു റെഫറൻസ് പോയിന്റിൽ കൂടി ഒഴുകുന്ന വേവുകളുടെ എണ്ണം, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഫ്രീക്വൻസി എന്ന് വിളിക്കാം. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രീക്ക് ലെറ്റർ ആയുള്ള ന്യൂ കൊണ്ടാണ് മക്കളെ. ന്യൂ എന്ന് വേണം വായിക്കാൻ. Okay, it is expressed in the unit cycles per second, CPS or hertz. ഓക്കെ ആണോ? ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് അതാ സൈക്കിൾസ് പെർ സെക്കൻഡ്, അതാണ് CPS അല്ലെങ്കിൽ ഹേർട്സ്, HZ എന്ന് കാണിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റുകളാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. മക്കളെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണിത്. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു 1/t, 1 ടൈം പീരീഡ്. ഫ്രീക്വൻസി ന്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താ? 1/t, 1 ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ചോദിച്ചാൽ നമുക്ക് പറയാം സെക്കൻഡ് റൈസ് ടു -1. ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ് അല്ലേ? അപ്പോൾ ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് നമുക്ക് പറയാം സെക്കൻഡ് റൈസ് ടു -1 എന്നും പറയാം. ഓക്കെ ആണോ? ഇനി ഇതാ ഒരു ഹേർട്സും ഒരു സൈക്കിൾ പെർ സെക്കൻഡും എന്താണ്? സെയിം ആണ്. ഒരു ഹേർട്സും ഒരു സൈക്കിൾ പെർ സെക്കൻഡും എന്താണ്? സെയിം ആണ്. ഇതിനെ നമ്മൾ മെഷർ ചെയ്യുന്ന മറ്റു യൂണിറ്റുകളാണ് കിലോ ഹേർട്സ്, മെഗാ ഹേർട്സ് ഒക്കെ. ഓക്കെ, ഫ്രീക്വൻസി നമ്മൾ മെഷർ ചെയ്യുന്ന മറ്റു യൂണിറ്റുകളാണ് കിലോ ഹേർട്സ്, മെഗാ ഹേർട്സ് ഒക്കെ. ഒരു കിലോ ഹേർട്സ് എന്ന് പറഞ്ഞാൽ 10⁻³ ഹേർട്സ് ആണ്, അല്ലെങ്കിൽ 10⁻³ സൈക്കിൾ പെർ സെക്കൻഡ് ആണ്. ഒരു മെഗാ ഹേർട്സ് എന്ന് പറഞ്ഞാൽ 10⁻6 ഹേർട്സ് ആണ്, അല്ലെങ്കിൽ 10⁻6 സൈക്കിൾ പെർ സെക്കൻഡും ആണ്. ഓക്കെ, ഈ സൈക്കിൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഹേർട്സിലോട്ടുള്ള ഫ്രീക്വൻസിയുടെ കൺവേർഷൻ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം പഠിച്ചിരിക്കുന്നു. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മക്കളെ. അപ്പോൾ രണ്ടാമത്തെ ആളിനെ പറ്റി നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ആളാണ് എന്ത്? ഫ്രീക്വൻസി. എങ്കിൽ നമുക്ക് നേരെ മൂന്നാമത്തവനെ നോക്കാം. മൂന്നാമത്തവൻ്റെ പേരെന്തുവാ? വെലോസിറ്റി. എന്തുവാ വെലോസിറ്റി എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പ്രവേഗം എന്ന് പറയും ഇല്ലേ? അപ്പോൾ എന്താണ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മക്കളെ, നമ്മൾ കുറച്ചു മുമ്പേ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ലൈറ്റ് അടങ്ങുന്ന ഏതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ എടുത്താലും അവർ വാക്വത്തിൽ കൂടി സഞ്ചരിക്കുന്ന വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് ടൈമിൽ, യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് സമയം, ആ യൂണിറ്റ് ടൈമിൽ ഇവർ എത്ര ഡിസ്റ്റൻസ് ആണോ കവർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ അതിൻ്റെ എന്തെന്ന് വിളിക്കുന്നത്? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പോൾ അതാ നോക്കിക്കോ മക്കളെ, ദ distance traveled by a wave in 1 second is called velocity of the wave. 1 സെക്കൻഡ് സമയം കൊണ്ട് ഒരു വേവ് എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്, എത്ര ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്, ഇതിനെയാണ് നമ്മൾ എന്ത്? ആ വേവിന്റെ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെലോസിറ്റി പൊതുവേ നമുക്കറിയാം. വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ലേ? അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ SI യൂണിറ്റ് വേണമെങ്കിലോ മക്കളെ, ഡിസ്റ്റൻസ് ലെങ്ത് ആണ്, മീറ്റർ ആണെന്നറിയാം. ടൈം സെക്കൻഡ് ആണെന്നറിയാം. മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വെലോസിറ്റിയുടെ SI യൂണിറ്റ്. വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ പെർ സെക്കൻഡ്. ഇനി ലൈറ്റ് അല്ലേ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലേ, വേറെ എന്തെങ്കിലും ചിന്തിച്ച് കളയരുത്. മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും നമ്മൾ വെലോസിറ്റിയുടെ SI യൂണിറ്റ്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ വെലോസിറ്റിയെ നമ്മൾ C എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. നോക്കണം മക്കളെ, C ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഓക്കെ, C ആണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ത്? ന്യൂ ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ വേവ് ലെങ്ത്. ആ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കണേടാ. ഓക്കെ ആണോ? ഇനി ഈ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നോക്കിക്കോ, ദ വെലോസിറ്റി
intensity of all types of electromagnetic radiation in space or in vacuum is the same and it is equal to velocity of light. ഓക്കെ, ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എടുത്താലും വാക്വത്തിലുള്ള അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ലൈറ്റിന്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അതിന്റെ വാല്യൂ എത്രയാ മക്കളെ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ 3 × 10⁻10 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നോ നമുക്ക് പറയാം. ഓക്കെ, അപ്പോ സിയുടെ വാല്യൂ എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ 3 × 10⁻10 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ദാ നോക്കടാ, thus all types of electromagnetic radiation travel with the same velocity. However, they may differ from one another in their wavelength and hence in frequency. അപ്പോൾ ഓരോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഏതൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എടുത്താലും അവർ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഒരു മീഡിയത്തിൽ കൂടി അവർ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി സെയിം ആണ്. അതിപ്പോ വാക്വത്തിൽ കൂടിയാണെങ്കിൽ അവരെല്ലാവരും 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ എന്ന് പറയുന്ന വെലോസിറ്റിയിലായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. വാട്ടറിൽ കൂടിയാണെങ്കിൽ മറ്റൊരു കോൺസ്റ്റന്റ് ആയുള്ള വെലോസിറ്റിയിലായിരിക്കും അവരെല്ലാവരും ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ മക്കളെ ശ്രദ്ധിക്കുക, പക്ഷേ ഈ പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളുടെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും സെയിം ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കില്ല. ഇവരുടെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഇവരുടെ വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. പക്ഷേ ഇവര് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി, ഒരേ മീഡിയത്തിൽ കൂടി ഇവർ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അത് വാക്വത്തിലാണെങ്കിൽ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞില്ലേ, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ മക്കളെ? അപ്പൊ ഞാൻ ദാ ഇങ്ങനെ പറയാ, ന്യൂ വേവ് ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ വേവ് ലെങ്ത്, ഈ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ ആണോ? അതല്ലേ C = 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. എങ്കിൽ ആദ്യത്തെ ഒരു റേഡിയേഷൻ ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി 𝜈1 ആണ്, അതിന്റെ വേവ് ലെങ്ത് λ1 ആണ്. രണ്ടാമതൊരു റേഡിയേഷൻ ഉണ്ട്, അതിന്റെ ഫ്രീക്വൻസി 𝜈2 ആണ്, അതിന്റെ വേവ് ലെങ്ത് λ2 ആണ്. എങ്കിൽ മക്കളെ നമുക്ക് പറയാം 𝜈1 λ1 = 𝜈2 λ2. ഓർത്ത് വെച്ചേക്കുക. രണ്ട് വ്യത്യസ്ത ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളുടെ ഫ്രീക്വൻസി, വേവ് ലെങ്ത് ഒക്കെ തന്നു കഴിഞ്ഞാൽ അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതിന് വേണ്ടി പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ 𝜈1 λ1 = 𝜈2 λ2 എന്ന് നമുക്ക് പറയാൻ പറ്റും. കിട്ടിയോ? ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അങ്ങനാണെങ്കിൽ ഏതാ നോക്കിക്കോ. ബാക്കി കാര്യത്തിലോട്ട് പോവാം. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആളിന്റെ പേരാണ് വേവ് നമ്പർ. എന്താ പേര്? വേവ് നമ്പർ. ഓക്കെ മക്കളെ, ഈ വേവ് നമ്പറിനെ നമ്മൾ പൊതുവെ റെപ്രസെന്റ് ചെയ്യുന്നത് 𝜈 കൊണ്ടാണ്. നമ്മൾ ഫ്രീക്വൻസിയുടെ സിമ്പൽ ഇല്ലേ ന്യൂ, അത് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു വര ഇട്ടാൽ മതി. 𝜈 കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാ നോക്കടാ, ദ നമ്പർ ഓഫ് വേവ്സ് വിച്ച് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ യൂണിറ്റ് ലെങ്ത് ഈസ് കോൾഡ് വേവ് നമ്പർ. അതായത് നമ്മളിതാ വേറൊന്നും ചെയ്യുന്നില്ല, ഒരു വേവ്, വീണ്ടും ഒരു വേവ് എടുക്കുന്നു. വേവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ എന്താ മക്കളെ ചെയ്യുന്നത്? ഞാനൊരു നിശ്ചിത ലെങ്ത് എടുക്കുന്നു, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എടുക്കുന്നു. ഇതാണ് യൂണിറ്റ് ലെങ്ത് എന്നിരിക്കട്ടെ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എടുത്തതിന് ശേഷം ഇതിനകത്തുള്ള വേവുകളുടെ എണ്ണം നോക്കുന്നു. 1, 2, 3 ഇങ്ങനെ ഞാൻ എണ്ണം എടുക്കുന്നു. ഓക്കെ ആണോ? എങ്കിൽ ഒരു യൂണിറ്റ് ലെങ്തിനകത്ത് എത്ര വേവുകളാണോ അടങ്ങിയിരിക്കുന്നത് ആ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് വേവ് നമ്പർ. യൂണിറ്റ് ലെങ്തിൽ അടങ്ങിയിരിക്കുന്ന വേവുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വേവ് നമ്പർ എന്ന് വിളിക്കുന്നത്. മക്കളെ, വേവ് നമ്പർ 𝜈 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 വേവ് ലെങ്ത് 1 λ. വേവ് നമ്പർ 𝜈 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? 1 വേവ് ലെങ്ത് 1 λ ആണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ നോക്കടാ, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 𝜈 കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ന്യൂ അല്ല. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ 𝜈. ഓക്കെ, ആൻഡ് റീഡഡ് ആസ് 𝜈. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ദാ പറയുന്ന കാര്യങ്ങൾ കേൾക്കണേ മക്കളെ. ഇറ്റ് ഈസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ദ യൂണിറ്റ് സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇത് പൊതുവേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ ഇൻവേഴ്സ്. പക്ഷേ വേവ് നമ്പറിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ മക്കളെ നിങ്ങൾ പറയണം അത് സെന്റിമീറ്റർ ഇൻവേഴ്സ് അല്ല. വേവ് നമ്പറിന്റെ SI യൂണിറ്റ് എന്താ? 1 വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് മീറ്റർ അല്ലേ SI യൂണിറ്റ്? അപ്പം m/-1 ആണ് ഇയാളുടെ SI യൂണിറ്റ്. ഓക്കെ ആണേ? ഇയാളെ കോമൺലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സെന്റിമീറ്റർ ഇൻവേഴ്സിലായിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇയാളുടെ SI യൂണിറ്റ് എന്താണ്? m/-1 ആണ് എന്ന് ഓർക്കുക. വേവ് നമ്പർ ഓഫ് എ വേവ് ഈസ് ഈക്വൽ ടു ദ റെസിപ്രോക്കൽ ഓഫ് ഇറ്റ്സ് വേവ് ലെങ്ത് ഇൻ സെന്റിമീറ്റർ. ഓക്കെ, വേവ് ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണെന്ത്? വേവ് നമ്പർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? എങ്കിൽ ദാ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നല്ലൊരു സാധനമായത്. റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, വെലോസിറ്റി ആൻഡ് വേവ് നമ്പർ.
ഇവരെല്ലാം തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. എന്താ നോക്കിയോ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലോട്ട് വരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. നമുക്ക് പറഞ്ഞൂടെ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. കാര്യം നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞായിരുന്നു സി ഈക്വൽ ടു ന്യൂ ലാംഡ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. മക്കളെ ഈ 1 ബൈ ലാംഡയ്ക്ക് പകരം നമുക്ക് വേവ് നമ്പർ ന്യൂ ബാർ എന്ന് പറഞ്ഞൂടെ. അപ്പൊ ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സി ഇൻറ്റു ന്യൂ ബാർ എന്ന് എഴുതാം. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സി ഇൻറ്റു ന്യൂ ബാർ എന്ന് എഴുതാം. കണ്ടോ, ഇവരെല്ലാവരും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാളെ തന്നാൽ, സി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരാളെ തന്നാൽ നമുക്ക് ബാക്കിയുള്ള ആളുകളെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഈ ഒരു റിലേഷൻ ഓർത്ത് വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണേ അത്. ഓക്കെ, ഇത് വെച്ചുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ആളിന്റെ പേരാണ് ആംപ്ലിറ്റ്യൂഡ്. അടുത്തതായിട്ട് പറയാൻ പോകുന്ന ആളുടെ പേരെന്തുവാ? ആംപ്ലിറ്റ്യൂഡ്. മക്കളെ ആംപ്ലിറ്റ്യൂഡ് ഇതെന്താ നമ്മൾ പറഞ്ഞായിരുന്നു നേരത്തെ. നമ്മളൊരു വേവ് കണ്ടില്ലേ? ഓക്കെ, ഈ വേവ് ഒഴുകുന്നു, ഒറ്റ സൈക്കിൾ മതി മക്കളെ. ഈ വേവ് ഈ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടുന്ന് നേരെ ഇവിടെ ഒരു മാക്സിമം പോയിന്റിൽ ചെല്ലുന്നു, അതിനുശേഷം വീണ്ടും ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ തിരിച്ചു വരുന്നു, ഒരു മിനിമം പോയിന്റിലോട്ട് പോകുന്നു, വീണ്ടും ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ തിരിച്ചു വരുന്നു. എങ്കിൽ ഈ ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ നിന്ന് ഈ മാക്സിമം പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ നിന്ന് ഈ മാക്സിമം പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇനി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഡിറ്റർമിൻസ് ദ ഇന്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദ റേഡിയേഷൻ. അതായത് മക്കളെ, നിങ്ങൾ വണ്ടിയിലൊക്കെ പോകാൻ നേരം രാത്രി സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അവർ ഈ ബ്രൈറ്റും ഡിമ്മും ഇടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മളെതിരെ ഒരു കാറ് വരാൻ നേരം അത് ബ്രൈറ്റ് ഇട്ടിട്ടാണ് വരുന്നതെങ്കിലോ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ? നല്ല ഇന്റൻസിറ്റിയിൽ വെട്ടം നമ്മുടെ കണ്ണിലോട്ടടിക്കും. ഓക്കെ ആണേ, അതാണ് ഇന്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ വരുന്ന പ്രകാശത്തിന്റെ തീവ്രത. എങ്കിൽ അത് തീരുമാനിക്കുന്ന ആളാരാ? അവരുടെ ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡാണ് എന്ത് തീരുമാനിക്കുന്നത്? വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന്റെ, വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി, തീവ്രത എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്ന ആളാരാ? ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ മക്കളെ, ഏതാ നോക്കിക്കോ. ദ ഹൈറ്റ് ഓഫ് എ ക്രസ്റ്റ് ഓർ ദ ഡെപ്ത് ഓഫ് എ ട്രഫ്. ഒരു ക്രസ്റ്റിന്റെ ഉയരമോ ഒരു ട്രഫിന്റെ താഴ്ചയോ എത്രത്തോളം ഫ്രം ദ ലൈൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. നമ്മുടെ ലൈൻ ഓഫ് പ്രൊപ്പഗേഷനിൽ നിന്നും ഒരു ക്രസ്റ്റിന്റെ ഉയരം എത്ര, അല്ലെങ്കിൽ ഒരു ട്രഫിന്റെ താഴ്ച എത്ര, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ ആണ്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ്സ് ഡിറ്റർമിൻസ് ദ ഇന്റൻസിറ്റി, ബ്രൈറ്റ്നസ് ഓഫ് ദ റേഡിയേഷൻ. ഒരു പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി, ബ്രൈറ്റ്നസ്, തീവ്രത എത്രത്തോളം വേണമെന്ന് തീരുമാനിക്കുന്ന ആളും ആര് തന്നെ? ആംപ്ലിറ്റ്യൂഡ് തന്നെ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? അത് ഓക്കെ ആണെങ്കിലേ നമുക്കത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഞ്ഞു കണക്ക് ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് വലിയ ആളുകളിലോട്ട് പോവാം. ഓക്കെ, ദാ നോക്കിക്കോ, നല്ലൊരു കളർ. മക്കളെ, വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി 1 × 10⁻15 per second? നമ്മുടെ കയ്യിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ തന്നിട്ടുണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്താ പറയുന്നത്? ഫ്രീക്വൻസി തരുന്നുണ്ട് ഇല്ലേ? ഫ്രീക്വൻസി തരുന്നുണ്ട് മക്കളെ. ഫ്രീക്വൻസി ന്യൂ ആണ്. ഫ്രീക്വൻസി എത്രയാ? 1 × 10⁻15 സെക്കൻഡ് റൈസ് ടു -1. ഫ്രീക്വൻസി ന്യൂ എത്രയാ? 1 × 10⁻15 സെക്കൻഡ് റൈസ് ടു -1. ഓക്കെ, നമ്മളടുത്ത് എന്ത് കണ്ടുപിടിക്കാനാ പറയുന്നത്? ഇതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനല്ലേ പറയുന്നത്. എങ്കിലേ മക്കളെ, ഇതാ നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു റിലേഷൻ പഠിച്ചായിരുന്നില്ലേ? സി ഈക്വൽ ടു ന്യൂ ഇൻറ്റു ലാംഡ. ഇങ്ങനെ ഒരു റിലേഷൻ പഠിച്ചില്ലേ? ഇവിടെ സി ഒരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാലോ. സിയുടെ വാല്യൂ എത്രയാ? 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ഇല്ലേ? എങ്കിൽ നമുക്ക് വേണ്ട എന്തുവാ? വേവ് ലെങ്ത് ലാംഡയാണ്. വേവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു എന്താന്ന് എഴുതാം? നമുക്ക് സി ബൈ ന്യൂ എന്ന് എഴുതിക്കൂടെ? വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? സി ബൈ ന്യൂ എന്ന് എഴുതാം. മക്കളെ, സിയുടെ വാല്യൂ എത്രയാ? 3 × 10⁻8 ഡിവൈഡഡ് ബൈ ന്യൂവിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട്, 1 × 10⁻15. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ദാ
ഡിവൈഡ് ചെയ്യുക. നമ്മൾ സയന്റിഫിക് നൊട്ടേഷൻസ് തമ്മിലുള്ള ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം പറഞ്ഞില്ലായിരുന്നോ? ഇവരെ തമ്മിൽ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? 3/1 അങ്ങ് ചെയ്തിട്ട് 3/1 3 തന്നെയല്ലേ, 3 ഇൻറ്റു ഇതാ 10 ഈ 8 മൈനസ് 15, അതായത് എന്തെന്ന് കിട്ടും? 3 ഇൻറ്റു 10 - 7 അത്രയും മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യനിലോട്ട് നോക്കേടാ. അപ്രോക്സിമേറ്റ് വേവ് ലെങ്ത് ഇൻ നാനോമീറ്റർ എന്നല്ലേടാ മക്കളെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതാ ഈ 3 ഇൻറ്റു 10 - 7 മീറ്ററിനെ 3 ഇൻറ്റു 10 - 7 മീറ്ററിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ദാ നാനോമീറ്ററിലോട്ട് മാറ്റണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്താൽ മതി? ഇതിൽ നിന്ന് ദാ ഒരു 100 കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 100 കൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ദാ ഇത് 10 - 9 എന്ന രീതിയിലാവും. കാര്യം നമുക്കറിയാം, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ മക്കളെ, ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10 - 9 മീറ്റർ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഇതിനതാ 3 ഇൻറ്റു 10 - 7 മീറ്ററിനെ ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുന്നു, ഒരു 100 കൊണ്ട് ഡിവൈഡും ചെയ്യുന്നു. ഓക്കെ, ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിനെ എന്തെന്ന് എഴുതാൻ പറ്റും? 10 - 9 മീറ്റർ എന്ന് എഴുതിക്കൂടെ? ആ 100 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യും, 300 എന്ന് എഴുതിക്കൂടെ? 300 ഇൻറ്റു 10 - 9 മീറ്റർ എഴുതാവോ? അപ്പോൾ അതാ ഈ വാല്യൂവിനെ തന്നെ നമുക്ക് എന്തെന്നും എഴുതാം? ഈ വാല്യൂവിനെ തന്നെ നമുക്ക് 300 ഇൻറ്റു 10 - 9 മീറ്റർ എന്നോ അല്ലെങ്കിൽ 300 നാനോമീറ്റർ എന്നോ നമുക്ക് എഴുതാം. കിട്ടി നമുക്ക് ആവശ്യമുള്ള വാല്യൂ. അത് നാനോമീറ്ററിലായിരുന്നു കണ്ടുപിടിക്കേണ്ടത്, നാനോമീറ്ററിൽ തന്നെ നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളായിരിക്കും ഇവിടുന്ന് വരുന്നത്. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം മക്കളെ. അതിനു മുൻപേ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് പഠിക്കാനുള്ള അടുത്ത ആളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. എന്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. മക്കളെ, സ്പെക്ട്രം എന്ന് വെച്ചാൽ എന്താ? ഈ പാഠത്തിൽ ഇനി നമ്മൾ പലയിടങ്ങളിലായിട്ട് കേൾക്കാൻ പോകുന്ന ഒരു ടേമാണ് ഈ പറയുന്ന സ്പെക്ട്രം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട അറ്റോമിക് സ്പെക്ട്രം, അത് തന്നെ എമിഷൻ സ്പെക്ട്രം, അബ്സോർപ്ഷൻ സ്പെക്ട്രം, ഇങ്ങനെയൊക്കെ ഉണ്ടതൊക്കെ പഠിക്കും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? അപ്പൊ എന്താണ് സ്പെക്ട്രം എന്ന് വെച്ചാൽ നമുക്ക് തൽക്കാലം ഇങ്ങനെ പറയാം, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുള്ള കൂട്ടമോ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. വ്യത്യസ്ത വേവ് ലെങ്ത് ഉള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ അവരുടെ വേവ് ലെങ്തിൻ്റെയോ അവരുടെ ഫ്രീക്വൻസിയുടെയോ ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളെ അവരുടെ വേവ് ലെങ്തിൻ്റെ ഓർഡറിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രീക്വൻസിയുടെ ഓർഡറിലോ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? എങ്കിൽ മക്കളെ ദാ നോക്കാം, എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം? ദ അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് വേവ് ലെങ്ത്. വേവ് ലെങ്തിന്റെ ഇൻക്രീസിംഗ് ഓർഡർ എന്ന് വെച്ചാൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിംഗ് ഓർഡർ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇനി നല്ലൊരു സ്പെക്ട്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് ജസ്റ്റ് സാർ ആ പേരെന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, മഴവില്ല്, റെയിൻബോ. മഴവില്ല് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന് എക്സാമ്പിളാണ്. നിങ്ങൾ നോക്കിക്കേ മക്കളെ, നമ്മൾ മഴവില്ല് നോക്കാൻ നേരം അതിൻ്റെ കമ്പോണന്റ് കളേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. ആ കളറുകൾ ഏതൊക്കെയാണ്? നിങ്ങളൊരു കോഡ് പറയില്ലേ, വിബ്ജിയോർ എന്ന് നിങ്ങൾ പറയും. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതെല്ലാം വ്യത്യസ്ത വേവ് ലെങ്ത് ഉള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളാണ്. അവർ കൂട്ടം ചേർന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇങ്ങനെ കൂട്ടം ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതിനകത്തുള്ള ഈ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള കമ്പോണന്റുകൾ ആരൊക്കെയാണ് സാർ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ മക്കളെ നിങ്ങൾ ഓർക്കുക, ഇതിനകത്തുള്ള എല്ലാ കമ്പോണന്റുകളെയും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. ഓക്കെ ആണേ? ഇതാ നോക്ക്, വേവ് ലെങ്ത് ഓഫ് വിസിബിൾ റേഡിയേഷൻ. വിസിബിൾ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ആളുകൾ, ഇവരാണ് വിസിബിൾ റേഡിയേഷൻ. ലൈ ബിറ്റ്വീൻ 400 നാനോമീറ്റർ ടു 760 നാനോമീറ്റർ. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ഐക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് വേവ് ലെങ്തിലുള്ള റേഡിയേഷനുകളെയാണ് മക്കളെ? 400 നാനോമീറ്റർ തൊട്ട് 760 നാനോമീറ്റർ വരെ ആ ഒരു റേഞ്ചിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഹ്യൂമൻ ഐക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അവരെ എന്തെന്ന് വിളിക്കും? വിസിബിൾ റേഡിയേഷൻസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? വിസിബിൾ റേഡിയേഷൻസ് എന്ന് വിളിക്കും.
കിട്ടിയോ? ഈ 400 നാനോമീറ്റർ വരുന്ന ആളാണ് വയലറ്റ്, 760 നാനോമീറ്റർ വരുന്ന ആളാണ് റെഡ്. അപ്പോൾ ആ വിബ്ജിയോർ, ആ പറയുന്ന ആളുകളെ മാത്രമേ നമുക്ക് ഹ്യൂമൻ ആയിക്കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അവരെയാണ്, വിബ്ജിയോറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിസിബിൾ റേഡിയേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഫോംസ് എ സ്മോൾ പോർഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ പറയുന്ന വിസിബിൾ റേഡിയേഷനും എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഒരു ഭാഗമാണ്. ഓക്കെ ആണ്. ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആർ ഓൺ ദി എയ്തർ സൈഡ് ഓഫ് ദി വിസിബിൾ സ്പെക്ട്രം. മക്കളെ, വിസിബിൾ സ്പെക്ട്രം ആരുടെയൊക്കെ ഇടയിലാണ്? അതെല്ലാം സാർ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ ആണേ, ക്ലിയർ ആണേ? ഇതാ നോക്കിക്കോ, ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ്, വിസിബിൾ റേഡിയേഷൻ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങൾ ഈ ഓർഡർ ഒന്നും പഠിക്കേണ്ട, അത് പഠിക്കാനൊരു ട്രിക്കൊക്കെ സാറ് പറഞ്ഞുതരാം. മക്കളെ, നിങ്ങളിതാ ഇതിപ്പോൾ ഇത് ഇങ്ങനെ ഓർക്കുക. ദാ ഗാമ റേഡിയേഷൻ. ഓക്കെ ആണേ, ഇവിടെ ഹൈ ഫ്രീക്വൻസി, എന്ത് കൂടുതലാ? ഫ്രീക്വൻസി കൂടുതലാ. ഹൈ എനർജി, എന്ത് കൂടുതലാ? എനർജി കൂടുതലാ. ഷോർട്ടർ വേവ് ലെങ്ത്. ഓക്കെ ആണേ, ക്ലിയർ ആണേ? അപ്പോൾ ഫ്രീക്വൻസി കൂടുതലാണ്, തീർച്ചയായിട്ടും ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ എനർജിയും കൂടുതലായിരിക്കും മക്കളെ. അത് ഒരു റിലേഷൻ ഉണ്ട്, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയാം. അത് നമ്മൾ വരുന്ന ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് കൂടുതലായിരിക്കും? എനർജി കൂടുതലായിരിക്കും. ഓക്കെ ആണോ? ആ സമയത്ത് വേവ് ലെങ്ത് എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. അപ്പോൾ വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഇൻവേഴ്സ് റിലേഷൻ ആണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, വേവ് ലെങ്തും ഫ്രീക്വൻസി എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. അത് ഇതാ ഇവിടെ സാർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Wavelength is inversely proportional to frequency. വേവ് ലെങ്ത് ഫ്രീക്വൻസിക്ക് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി പറയുന്ന കാര്യം കേൾക്കുക മക്കളെ. ദാ ഈ ഗാമ റേഡിയേഷനുകളുടെ സ്ഥലത്ത് ഹൈ ഫ്രീക്വൻസി, ഹൈ എനർജി, ലോ വേവ് ലെങ്ത്. ഇനി തിരിച്ച് ചിന്തിക്കും മക്കളെ. തിരിച്ചിങ്ങ് റേഡിയോ വേവുകളുടെ കേസിൽ വരുമ്പോഴോ ലോ ഫ്രീക്വൻസി, ലോ എനർജി, ലോങ്ങർ വേവ് ലെങ്ത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി ഇവരെ പറ്റി മനസ്സിലാക്കാൻ ദാ കുറച്ചുകൂടി എളുപ്പം കമ്പോണൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം. മക്കളെ, ആദ്യമേ നിങ്ങൾ ദാ ഈ ഒരു കോഡ് അങ്ങ് പഠിച്ചു വെച്ചോ. CGX UVIMR. ഈ കോഡ് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചോ. CGX UVIMR. സി ആരാ എന്ന് പറയാം? സി ആരാ? കോസ്മിക് റേഡിയേഷൻ. നമുക്ക് തൽക്കാലം അവരെ പറ്റി പഠിക്കാനില്ല, കാര്യം ഭൂമിയിലുള്ളതല്ലോ, അവർ പുറം നാട്ടുകാരാ. ഓക്കെ ആണേ. ഇനി നമുക്ക് എവിടുന്ന് തുടങ്ങാം? ജി ആരാ? ഗാമ റേസ്. ഓക്കെ, ജി ആരാ? ഗാമ റേഡിയേഷനുകളാണ്. ഇനി മക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഗാമ റേഡിയേഷനുകളുടെ കേസിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, ദേ ഹാവ് ലോ വേവ് ലെങ്ത്. ഇവരുടെ വേവ് ലെങ്ത് എന്താണ്? അല്ലെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ? ഇവരുടെ വേവ് ലെങ്ത് എന്താണ്? വളരെ ഷോർട്ടാണ്. അതാ ഇവിടെ എഴുതാം സാറ്, ഷോർട്ട് വേവ് ലെങ്ത്. ഓക്കെ ആണോ? ഹൈ ഫ്രീക്വൻസി, ഹൈ എനർജി. ഓക്കെ ആണേ. ഇവരുടെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും, പക്ഷെ ഇവരുടെ ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും, ഇവരുടെ എനർജിയും വളരെ കൂടുതലായിരിക്കും. ഓക്കെ ആണേ. ഇനി എക്സ് ആരാ? എക്സ് റേ. ഇതിനെപ്പറ്റി നമ്മൾ നല്ലപോലെ കേട്ടിട്ടുണ്ട്. എന്തുവാ എക്സ് റേയെ പറ്റി? എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? നമ്മളിതാ എവിടെയെങ്കിലും അഹങ്കാരമൊക്കെ കാണിച്ച് ചെന്ന് വീഴുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയാലോ നമ്മൾ പോയി എന്ത് ചെയ്യും? ഡോക്ടർ പറയും എക്സ് റേ എടുത്ത് നോക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡൗട്ട് വന്നു, ഡോക്ടർ എന്തിനാ എക്സ് റേ എടുത്ത് നോക്കുന്നത്? ഡോക്ടറിന് നമ്മൾ ദേഹത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ല് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഈ എക്സ് റേസിലൂടെ കടത്തിവിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ എക്സ് റേസ് കടത്തിവിട്ട് ആ ഫിലിം വെച്ചിട്ട് നമ്മുടെ ആ ഒരു സ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെയൊക്കെ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ് റേസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് എക്സ്. മക്കളെ, യു ആണ് അൾട്രാ വയലറ്റ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്നോ ഓട്ടയിടുന്നോ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ യു ആരാണ്? അൾട്രാ വയലറ്റ് റേഡിയേഷൻ. വി ആണ് വിസിബിൾ റേഡിയേഷൻ. വി ആരാ? വിസിബിൾ റേഡിയേഷൻ. അതാണ് ലൈറ്റ്. അതായത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുകളുടെ കൂട്ടം. ഓക്കെ, ഇതിനകത്തുള്ള കമ്പോണന്റുകളാണ് വിബ്ജിയോർ. നമ്മൾ പറഞ്ഞില്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ,
ഓറഞ്ച്, റെഡ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാ? റെഡിന്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ആർക്കാ? റെഡിന്. അപ്പൊ ഏറ്റവും കുറവ് വേവ് ലെങ്ത് ആർക്കാ? വയലറ്റിന്. ഇനി തിരിച്ച് ചിന്തിക്കും മക്കളെ, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാ? വയലറ്റിന്. ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആർക്കാ? റെഡിന്. ഓക്കെ ആണേ. അത് കഴിഞ്ഞിട്ട് ആരാ? ഇൻഫ്രാറെഡ് റേഡിയേഷൻ. നമ്മൾ ടി വിയുടെ ഒക്കെ റിമോട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റിമോട്ടുകളൊക്കെ പ്രവർത്തിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇൻഫ്രാറെഡ് റേഡിയേഷനുകളുടെ ഫലമായിട്ടാ. ഓക്കെ, അത് കഴിഞ്ഞ് മൈക്രോവേവ് റേഡിയേഷൻ, മൈക്രോവേവ്, 6 റേഡിയോ വേവ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതിനുശേഷം പല ലോ ഫ്രീക്വൻസി വേവുകളും ഉണ്ട്. നമ്മൾ ഇത്രയും വേരെയാണ് അല്ലെങ്കിൽ ഇത്രയും വേരെ പറ്റിയാണ് എവിടെ പഠിക്കേണ്ടത്? ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ മക്കളെ ഈ ഒരു കോഡ് ഓർത്ത് വെച്ചിരിക്കുക, CGX UV IMR. ഇതില് ഗാമ റേഡിയേഷനുകൾ നമ്മൾ പഠിക്കുന്ന ആളുകളെ വെച്ച് നോക്കുവാണെങ്കിൽ ഗാമ റേഡിയേഷനുകളുടെ കേസിലാണ് ഹൈ ഫ്രീക്വൻസി, ലോ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത്. അപ്പൊ നേരെ നിങ്ങൾ ഇങ്ങ് താഴെ വരുമ്പോഴത്തേക്കും റേഡിയോ വേവിന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും എന്ത് മാറ്റമായിരിക്കും സംഭവിക്കുന്നത്? അവരുടെ വേവ് ലെങ്ത് കൂടുതലായിരിക്കും, പക്ഷെ അവരുടെ ഫ്രീക്വൻസി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ കുറച്ച് ക്വസ്റ്റ്യനുകൾ വർക്ക് ചെയ്യാം മക്കളെ. അപ്പൊ നോക്കണം മക്കളെ, നമുക്കിപ്പോൾ പഠിച്ച ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ എല്ലാവരും? നോക്കിക്കോ. ഒന്നാമതായിട്ട്, ദ വിവിധ് ഭാരതി സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഓൺ എ ഫ്രീക്വൻസി ഓഫ് 1368 1368 കിലോ ഹെർട്സ്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എമിറ്റഡ് ബൈ ദി ട്രാൻസ്മിറ്റർ. ഓക്കെ ആണേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണേ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോക്കിക്കേ മക്കളെ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ കാര്യം പറയുന്നുണ്ട്. അതിന്റെ ഫ്രീക്വൻസി നമുക്ക് തരുന്നുണ്ട്. ഫ്രീക്വൻസി എത്രയാ? ന്യൂ തരുന്നുണ്ട്. എത്ര? 1368 കിലോ ഹെർട്സ് എന്ന് തരുന്നുണ്ട്. ഓക്കെ ആണേ? കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എമിറ്റഡ് ബൈ ദ ട്രാൻസ്മിറ്റർ. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. വേവ് ലെങ്ത് ആരാ? ലാംഡ അല്ലേ? വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എങ്കിൽ ശ്രദ്ധിക്കണേ മക്കളെ, ഇത് എളുപ്പമാണ്. അപ്പൊ ആദ്യമേ നമുക്ക് ഈ വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ മക്കളെ? എങ്ങനെയാ വേവ് ലെങ്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ? നമ്മൾ പഠിച്ചുകൊണ്ട് C = ന്യൂ ഇൻറ്റു ലാംഡ. ഇങ്ങനെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്തുവാ? വേവ് ലെങ്ത് ലാംഡ അല്ലേ? നമുക്ക് C/ന്യൂ എന്ന് എഴുതാം. അത്രയും ക്ലിയർ ആണോ? ഇനി ഇവിടെ നമുക്ക് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. C, വെലോസിറ്റി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ത്രൂ വാക്വം എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ന്യൂ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാ? 1368 കിലോ ഹെർട്സ്. കിലോ ഹെർട്സിലാണോ മക്കളെ നമുക്കിത് വേണ്ടത്? അല്ല, നമുക്കിതിനെ SI യൂണിറ്റിലോട്ട് മാറ്റാം. 1368 × 10⁻³ ഹെർട്സ് എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ 1368 × 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് നമുക്ക് എഴുതാം. അത്രയും ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? എങ്കിൽ നമ്മളിതാ അടുത്തതായിട്ട് ഇതിലോട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ലാംഡ വേവ് ലെങ്ത് ഈക്വൽ ടു എന്താ? C എത്രയാ മക്കളെ? 3 × 10⁸ ഡിവൈഡഡ് ബൈ ന്യൂ എത്രയാ മക്കളെ? 1368 × 10⁻³. ഇത് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ മക്കളെ. ഇത് നമ്മൾ ചെയ്ത് നോക്കാൻ നേരം നമുക്ക് 219.3 അത്രയും മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ വേവ് ലെങ്ത് കിട്ടി. എത്രയാ? 219.3 മീറ്റർ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ന്യൂ ബാർ വേവ് നമ്പർ, അതല്ലേ ന്യൂ ബാർ, ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആൻഡ് ഫ്രീക്വൻസി ന്യൂ ഓഫ് യെല്ലോ റേഡിയേഷൻ ഹാവിംഗ് എ വേവ് ലെങ്ത് ഓഫ് 5800 5800 മീറ്റർ. നമ്മുടെ കയ്യിൽ ഒരു വേവ് തന്നിട്ടുണ്ട്. അതിന്റെ വേവ് ലെങ്ത് ലാംഡ തന്നിട്ടുണ്ട്. എത്രയാ? 5800 5800 ആംസ്ട്രോങ്. അപ്പോൾ മക്കളെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഇതിന്റെ ന്യൂ ബാർ വേവ് നമ്പറും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 2 കാര്യങ്ങളുമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 2 നമുക്ക് കണ്ടുപിടിക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ നോക്കേ മക്കളെ, നമുക്ക് ആദ്യമേ ഈ 5800 ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതാം? 5800 × 10⁻10 മീറ്റർ എന്ന് എഴുതിക്കൂടെ? നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ അല്ലേ മക്കളെ വേണ്ടത്? അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം? സെന്റിമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിലോട്ട് മാറ്റാം. നമുക്ക് എന്താ എഴുതാൻ പറ്റും? 5800 × 10⁻8 സെന്റിമീറ്റർ എന്ന് എഴുതാം നമുക്ക്. അത്രയും ക്ലിയർ ആണോ?
ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ? വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/λ 1 വേവ് ലെങ്ത് എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, അതായത് 1/5800 ഇൻറ്റു 10⁻⁻8. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഉള്ള വാല്യൂ കിട്ടും. നമുക്ക് എത്ര കിട്ടുമെന്നറിയോ? 1724.37 അത്രയും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. അതായത് 17,241.37 അത്രയും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് നമുക്ക് എന്ത് കിട്ടും? ന്യൂ ബാർ വേവ് നമ്പർ കിട്ടും. ഇനി നമുക്ക് എന്ത് കൂടെ കണ്ടുപിടിക്കണം? ഫ്രീക്വൻസി ന്യൂ കൂടെ കണ്ടുപിടിക്കേണ്ട. ഏതാന്ന് നോക്കിക്കോ. ഫ്രീക്വൻസി ന്യൂ ഈക്വൽ ടു സി ഇൻറ്റു ന്യൂ ബാർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? C/λ അല്ലേ? 1/λക്ക് പകരം നമുക്ക് ന്യൂ ബാർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെ ഇതുപോലൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലായിരുന്നോ? അപ്പം നമുക്കതാ എഴുതാം. സി എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ന്യൂ ബാർ നമ്മൾ കണ്ടുപിടിച്ച മക്കളെ 17,241.37 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇത് രണ്ട് തമ്മിൽ നമ്മൾ നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടത്തില്ല. കാരണം ഇവിടെ സി നമ്മൾ എന്തിലായിട്ട് കൊടുത്തേക്കുന്നത്? മീറ്റർ പെർ സെക്കൻഡിലായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ അതിനെ ആദ്യമേ എന്തിലോട്ട് മാറ്റണം? സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയാ സാർ അവിടെ യൂണിറ്റ് എഴുതിയേ. 10⁻10 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 17,241.37 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം മക്കളെ. ഇനി നമ്മൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും 5.1 ഇൻറ്റു 10⁻14 സെക്കൻഡ് ഇൻവേഴ്സ്. ഇത്രയൊരു വാല്യൂ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് അത്രയും കിട്ടും. ഓക്കെ, ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് അതുവഴി നമുക്ക് നമ്മുടെ ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചു, വേവ് നമ്പറും കണ്ടുപിടിച്ചു. ഓക്കെ ആണേ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ പെർട്ടിക്കുലർ റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 1120 kHz. അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അനദർ റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 98.7 MHz. വാട്ട് ആർ ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ഫ്രം ഈച്ച് സ്റ്റേഷൻ? ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ കയ്യിൽ 2 സ്റ്റേഷൻ ഉണ്ട്. ഓക്കെ, വേവ് ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേഷനുകളായിട്ട് കണ്ടുപിടിക്കാം മക്കളെ. ആദ്യമേ സ്റ്റേഷൻ 1. ഓക്കെ, സ്റ്റേഷൻ 1ൻ്റെ ഫ്രീക്വൻസി ന്യൂ തരുന്നുണ്ട്. ന്യൂ എത്രയാണെന്ന് തന്നേക്കുന്നത്? 1120 kHz. 1120 kHz എന്ന് വെച്ചാൽ എന്തുവാ? 1120 ഇൻറ്റു 10⁻³ Hz എന്ന് എഴുതിയാൽ പോരെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇത് വെച്ചോണ്ട് നമുക്ക് നേരെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. λ ഈക്വൽ ടു C/ν ചെയ്താൽ പോരെ? സി എത്രയാ? 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി എത്രയാ? 1120 ഇൻറ്റു 10⁻3. മക്കളെ ചെയ്യുമ്പോൾ നമുക്ക് 267.86 മീറ്റർ എന്ന് കിട്ടും. 267.86 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേഷൻ്റെ കേസിലും ചെയ്യാം. സ്റ്റേഷൻ 2. ഓക്കെ, സ്റ്റേഷൻ 2ലും ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയാണ് മക്കളെ തന്നേക്കുന്നത്? ഫ്രീക്വൻസി തന്നേക്കുന്നത് 98.7 MHz എന്നാണ് തന്നേക്കുന്നത്, അല്ലയോ? ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം? ഹേർട്സിലോട്ട് മാറ്റാം. 98.7 ഇൻറ്റു 10⁻6 അല്ലേ നമ്മൾ ചെയ്യേണ്ടത്? 10⁻6 ഹേർട്സ്. അത് കിട്ടിയോ? ഓക്കെ ആണോ? ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? λ വേവ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. C/ν അതേ ഇക്വേഷൻ. സി എത്രയാ മക്കളെ? 3 × 10⁻8 ഡിവൈഡഡ് ബൈ ന്യൂ. ഫ്രീക്വൻസി എത്രയാ? നമ്മൾ ഇവിടെ എഴുതി വെച്ചുകൊണ്ട് 98.7 ഇൻറ്റു 10⁻6. ഓക്കെ, ക്ലിയർ ആണോ? മക്കളെ ചെയ്യുമ്പോൾ നമുക്ക് 3.03 അത്രയും മീറ്റർ എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 3.03 മീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും. ഒരു എക്സാമ്പിൾ സഹിതം നമ്മൾ കണ്ടു ഇപ്പോൾ. ഓക്കെ, സെറ്റാണേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൂടെടാ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ലോങ് വുഡ് ഇറ്റ് ടേക്ക് എ റേഡിയോ വേവ് ഓഫ് ഫ്രീക്വൻസി 6 × 10⁻³ സെക്കൻഡ് ഇൻവേഴ്സ് ടു ട്രാവൽ ഫ്രം മാസ് ടു എർത്ത്? ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് 8 × 10⁻7 കിലോമീറ്റർ. മക്കളെ, ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് നമുക്ക്. എത്രയാ തന്നേക്കുന്നത്? 8 × 10⁻7 കിലോമീറ്റർ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഈ ഒരു ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ എന്താ പറയുന്നത്? ഒരു റേഡിയോ വേവ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഫ്രീക്വൻസി തരുന്നുണ്ട്. അതിന് എത്ര സമയം ആവശ്യമുണ്ട്?
ഓക്കെ ആണേ, ദാ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല മക്കളെ. ദാ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദാ ഇവരുടെ വെലോസിറ്റി നമുക്കറിയാലോ. സി എത്രയാന്ന് നമുക്കറിയാലോ. എത്രയാ മക്കളെ? സി എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണേ. അപ്പോൾ ഇവിടെ കിലോമീറ്ററിലാണ് തന്നേക്കുന്നത്. ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം? മീറ്ററിലോട്ട് മാറ്റാം. 8 × 10⁻10 മീറ്റർ എന്നാവത്തില്ലയോ മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അതാ ഡിസ്റ്റൻസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. അപ്പം ടൈം ഈക്വൽ ടു എന്തെന്ന് എഴുതാം? വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ് എന്ന് എഴുതിക്കൂടെ മക്കളെ? വെലോസിറ്റി എത്രയാ? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാ? 8 × 10⁻10 മീറ്റർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത് രണ്ടും വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 2.66 × 10⁻2 സെക്കൻഡ് എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 2.66 × 10⁻2 സെക്കൻഡ്. 266 സെക്കൻഡ് മക്കളെ. 266 സെക്കൻഡ് എന്ന് വെച്ചാൽ അത് ഏകദേശം 4 മിനിറ്റ് 26 സെക്കൻഡാണ്. എത്രയായിരിക്കും? 4 മിനിറ്റ് 26 സെക്കൻഡ് ആയിരിക്കും. അത്രയും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് അറ്റ് ഫ്രീക്വൻസി ഓഫ് 1260 1260 കിലോ ഹെർട്സ്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എമിറ്റഡ് ബൈ ദ ട്രാൻസ്മിറ്റർ. ഓക്കെ, ദാ നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അവിടുന്ന് ഒരു റേഡിയേഷൻ വരുന്നുണ്ട്. അതിന്റെ ഫ്രീക്വൻസി ന്യൂ തരുന്നുണ്ട്. എത്രയാ? 1260 കിലോ ഹെർട്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നേരെ ഹേർട്സിലോട്ട് മാറ്റാം. ദാ 1260 × 10⁻³ ഹേർട്സ് എന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ഇൻവേഴ്സ് എന്നോ നമുക്ക് എഴുതാം. കാൽക്കുലേറ്റ് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ദാ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വേവ് ലെങ്ത് ലാംഡയാ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്കിൽ ലാംഡ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. c/ν ചെയ്താൽ പോരേടാ. സി എന്തുവാ? വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ 3 × 10⁸. ഓക്കെ, ക്ലിയർ ആണോ? ബൈ ന്യൂ എന്തുവാ? ഫ്രീക്വൻസി എത്രയാ? 1260 × 10⁻3. ഓക്കെ ആണോ മക്കളെ? ചെയ്യുമ്പോൾ നമുക്ക് 238.1 മീറ്റർ എന്ന് കിട്ടും. 238.1 മീറ്റർ. നമ്മൾ നോക്കിയപ്പോൾ ഓപ്ഷൻ 1 ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ടവൻ. ഓക്കെ, അവനെ നമ്മളിങ്ങനെ പൊക്കി. ഓക്കെ, 238.1 മീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ മക്കളെ. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ന്യൂ ബാർ ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഓഫ് റേഡിയേഷൻ ഹാവിംഗ് വേവ് ലെങ്ത് ഓഫ് 4600 ആംഗ്സ്ട്രോം. 4600 ആംഗ്സ്ട്രോം അത്രയും വേവ് ലെങ്ത് ഉള്ള. അപ്പോൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട് ലാംഡ. എത്രയാ? 4600 അത്രയും ആംസ്ട്രോം. ഓക്കെ ആണേ. ഇതിനെ നമുക്ക് എന്തിലോട്ട് മാറ്റാം? മീറ്ററിലോട്ട് മാറ്റാം. 4600 × 10⁻10 മീറ്റർ ചെയ്താൽ പോരേടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കും മക്കളെ, നമുക്ക് ന്യൂ ബാർ ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സിലല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? 4600 × 10⁻8 സെന്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത് ഇത്ര ഓക്കെ അല്ലേ? ഇനി നമ്മളടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്? വേവ് ലെങ്ത് ഉണ്ട്, വേവ് നമ്പർ ന്യൂ ബാറാ കണ്ടുപിടിക്കാൻ പറയുന്നത്. ന്യൂ ബാർ ഈക്വൽ ടു 1/λ. നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലായിരുന്നോ മക്കളെ? എങ്കിൽ ഇതാ നോക്കിക്കോ, 1/λ എത്രയാ? 4600 × 10⁻8 സെന്റിമീറ്റർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ മക്കളെ? ചെയ്യുമ്പോൾ നമുക്ക് 21739 അത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. 21739. ഓക്കെ, നമ്മൾ ഓപ്ഷൻ നോക്കാൻ നേരം നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. 21739 സാധനം കിട്ടി. അത്രയും സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് നമ്മുടെ വേവ് നമ്പർ. ഓക്കെ, ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ പെർട്ടിക്കുലർ റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 1350 കിലോ ഹെർട്സ്. അനദർ റേഡിയോ സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 2025 കിലോ ഹെർട്സ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ഫ്രം ഈച്ച് സ്റ്റേഷൻ? 2 സ്റ്റേഷൻ ഉണ്ട്. ഇവർ രണ്ടുപേരും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്താണോ, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന റേഡിയേഷൻ എന്താണോ, അതിൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അവരുടെ വേവ് ലെങ്ത് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളിപ്പോൾ നേരെ ചാടി പിടിച്ച് രണ്ടുപേരുടെയും വേവ് ലെങ്ത് ചെയ്യാനും ഇതിൻ്റെ റേഷ്യോ എടുക്കാനും ഒക്കെ നിൽക്കും. ഇതിനൊന്നും ബുദ്ധിമുട്ടുണ്ട് മക്കളെ. അതാ ഇങ്ങോട്ട് നോക്ക്, ഞാനൊരു വഴി കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്.
ആണേ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത്. നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഏതോ കണ്ണാടി വെച്ച മഹാൻ കുറച്ചു മുമ്പേ ഇതേ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെ, അത് ഞാനായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണെങ്കിൽ ഞാൻ ദാ ഇങ്ങനെ പറയുക, അതാ ഇപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സിഗ്നൽ ബൈ ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് സിഗ്നൽ ഈക്വൽ ടു ദാ വേവ് ലെങ്ത് ഓഫ് സെക്കൻഡ് സിഗ്നൽ ബൈ വേവ് ലെങ്ത് ഓഫ് ഫസ്റ്റ് സിഗ്നൽ. ഇങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്കിതാ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻ ഫ്രം ഈച്ച്, അതായത് നമുക്കിതാ λ1/λ2 ആണ് നമുക്ക് വേണ്ടത്. റേഷ്യോ ഓഫ് വേവ് ലെങ്ത് ആണ് വേണ്ടത്. അത് നമുക്ക് എന്താ ചെയ്താൽ മതി? ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് ബൈ ഫ്രീക്വൻസി ഓഫ് ഫസ്റ്റ് ചെയ്താൽ പോരെ? ഫ്രീക്വൻസി ഓഫ് സെക്കൻഡ് എത്രയാ? 2025 കിലോ ഹെർട്സ്. അതിനെ നിങ്ങൾ കിലോ മാറ്റി ഹെർട്സിലോട്ടൊന്നും ആക്കാൻ പോകണ്ട. കാര്യം മറ്റേതും കിലോ തന്നെയല്ലേ. 10⁻³ 10⁻³ വെട്ടിപ്പോയിക്കോളും. ഓക്കെ, ഡിവൈഡഡ് ബൈ ദാ അടുത്ത എന്തുവാ? 1350. ഇത് ചെയ്ത് നോക്കിയാൽ മതി, ഒരു വിഷയമില്ല മക്കളെ. ഏതാ 675 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ദാ 3/2 എന്ന് കിട്ടും. 675ന്റെ ഗുണനപ്പട്ടികയൊന്നും ആരും പഠിക്കണ്ട. നമുക്ക് വെട്ടി 5 കൊണ്ട് വെട്ടിപ്പോയാൽ മതി മക്കളെ, കിട്ടും. ഓക്കെ, 3/2 എന്ന് കിട്ടും, അല്ലെങ്കിൽ 3:2 എന്ന് കിട്ടും. നമ്മൾ ഓപ്ഷൻ നോക്കിയപ്പോൾ ഓപ്ഷൻ 4 ഇതാ 3:2 എന്ന് പറയുന്ന ആൻസർ കാണാൻ പറ്റും. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ മക്കളെ ഏതാ നോക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ട്രാവൽ ത്രൂ വാക്വം അറ്റ് എ സ്പീഡ് ഓഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ നമുക്ക് ഉത്തരം അറിയാം. ഓപ്ഷൻ 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഇനി സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിലോ 3 × 10⁻10 എന്ന് വരും. യൂണിറ്റ് കൂടെ ശ്രദ്ധിക്കണേ മക്കളെ, യൂണിറ്റും കൂടെ ശ്രദ്ധിക്കണേ. ഇവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല. 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഓക്കെ, ദ വേവ് ലെങ്ത് 5000 ആംസ്ട്രോങ് ലൈസ് ഇൻ. 5000 ആംസ്ട്രോങ് യൂണിറ്റ് വേവ് ലെങ്ത് ഉള്ള ഒരു റേഡിയേഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അയാൾ ഏത് റീജിയനിൽ ഉൾപ്പെടും? അൾട്രാ വയലറ്റ് റീജിയൻ ആണോ, ഇൻഫ്രാറെഡ് റീജിയൻ ആണോ, വിസിബിൾ റീജിയൻ ആണോ? ക്യാൻസേ പറയാൻ പറ്റത്തില്ലേ എന്ന്. നമുക്ക് പറയാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല. ദാ നോക്കിക്കാം മക്കളെ, 5000 ആംസ്ട്രോങ് ആണ് നമ്മുടെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര നാനോമീറ്ററാ? 500 നാനോമീറ്റർ. ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നത്? ഇതാ നോക്കിക്കോ, നമ്മളെ നേരത്തെ വിസിബിൾ റീജിയൻ അതായത് ഹ്യൂമൻ ഐക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ റീജിയൻ എത്രയാണെന്ന് പറഞ്ഞായിരുന്നു? 400 നാനോമീറ്ററിനും 760 നാനോമീറ്ററിനും ഇടയിലാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ 500 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ വരുന്ന വാല്യൂ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന 500 നാനോമീറ്റർ വേവ് ലെങ്ത് ഉള്ള റേഡിയേഷൻ അത് ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് ഏത് റീജിയനിലാണ് വരുന്നത്? വിസിബിൾ റീജിയനിലാണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന ആളാ. ഇനി ഇതിൻ്റെ കളർ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ നമുക്ക് പറയാം. കളർ എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൂ അല്ലെങ്കിൽ അക്വ എന്ന് നമുക്ക് പറയാം. ഓക്കെ, 500. ഈ 500 കഴിഞ്ഞാണെങ്കിൽ അത് ഗ്രീനിലോട്ടൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് 500 നമ്മൾ 500 നാനോമീറ്റർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ അക്വ എന്ന് പറയാം. സോ ഇറ്റ് ബിലോങ്സ് ടു വിച്ച് റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? വിസിബിൾ റീജിയൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ശരി ഉത്തരം. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാമത്തെ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് എല്ലാം നമ്മൾ നല്ലപോലെ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണേ? എല്ലാവരും ക്ലാസ് നല്ല വൃത്തിയായിട്ട് കാണുക. ടെക്സ്റ്റ് NCERT ബുക്ക് റെഗുലറായിട്ട് നിങ്ങൾ വായിക്കുക, അതൊരു ശീലമാക്കുക. DPP അറ്റൻഡ് ചെയ്യുക. ഓക്കെ ആണേ? ഈ പാഠത്തിലെ ബാക്കി കണ്ടന്റുകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ലെക്ചറിൽ കാണാം. എല്ലാവരും നല്ലപോലെ പഠിക്കുക മക്കളെ. താങ്ക്